നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എപ്പിസോഡാണ്. നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ മേക്കിംഗ് എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വീഡിയോ, അതായത് നമ്മൾ ശരിക്കും ഇത് ചെയ്തെടുത്തപ്പോൾ ഉള്ളൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു 2.1 ആംപ്ലിഫയർ ആയിരുന്നു. പക്ഷേ ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. അപ്ഗ്രേഡ് അല്ല, ശരിക്കും പറഞ്ഞൊരു ഡൗൺ ഗ്രേഡാണ്. ഇതിനകത്തുനിന്ന് സബിൻ്റെ സെക്ഷൻ ഒഴിവാക്കി ഒരു സ്റ്റീരിയോയുടെ സെക്ഷനിലേക്ക് അത്യാവശ്യം പവർ കയറ്റി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ചില കാര്യങ്ങൾ ഒഴിവാക്കി ചില കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എപ്പിസോഡ് ബൈ എപ്പിസോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിൽ ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പബ്ലിക് അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നിലവിൽ അത്യാവശ്യം ഒരു 450 വാട്ട്സ് അല്ലെങ്കിൽ ഒരു 500 വാട്ട്സിന് അടുത്തൊരു നമുക്ക് പെർ ചാനൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ohms ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 400-500 തന്നെ നമുക്ക് വാട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല പവറിൽ നമുക്ക് സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീരിയോ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് 2.1 പവർ ആംപ്ലിഫയർ നമ്മളിവിടെ ലേബലിംഗ് കൊടുത്തെങ്കിലും ഇപ്പോൾ നമ്മൾ സബ് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ 2.1 റിമോട്ട് കിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സബ് ഔട്ട് എടുത്ത് നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡിൽ തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഇതിൻ്റെ ഫസ്റ്റ് റിവ്യൂവിൽ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. അതിൽ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റീരിയോ നമ്മുടെ 2 ചാനലിൻ്റെയും കൺട്രോളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ആക്ച്വലി നമ്മൾ സബിൻ്റെ കൺട്രോളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇതിൽ സബ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗെയിൻ കൺട്രോളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഗെയിൻ നമ്മൾ അത്യാവശ്യം പബ്ലിക് അഡ്രസ്സിലേക്ക് വെക്കുന്ന സമയത്ത് അത്യാവശ്യം ഗെയിൻ കയറ്റി ഇടണം എന്നുണ്ടെങ്കിൽ നമ്മളിത് കൺട്രോൾ ചെയ്ത് നമുക്ക് കൊട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോർമലി ഒരു 50% ഗെയിൻ വെക്കാറ്. അപ്പോൾ നല്ല ശബ്ദം കിട്ടാറുണ്ട്. താഴെയായിട്ട് നമ്മുടെ മെയിൻ കൺട്രോളുകൾ, അതായത് ബേസ്, മിഡ്, ട്രെബിള്, ബാലൻസ് വന്നിട്ടുണ്ട്. ഇതിൽ എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2.1 റിമോട്ട് കിറ്റിൻ്റെ എൻകോഡറാണ് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തുള്ളത് സബിൻ്റെ കൺട്രോളുകളായിരുന്നു. ഫ്രീക്വൻസി, ഗെയിന്, ബാസ് ബൂസ്റ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കരോക്കെ ഓൺ ഓഫ് സ്വിച്ച് ആടിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒഴിവാക്കി. ഇവിടെ 2 മൈക്ക് സോക്കറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓക്സിലറി ഇൻപുട്ട്, ഇതെല്ലാം ഒഴിവാക്കി. ഇതെല്ലാം ഡമ്മിയായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കരോക്കെ ബോർഡ് വരുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. ഡിടെക് ഓഡിയോസിൻ്റെ കരോക്കെ ബോർഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ആംപ്ലിഫയറിന് അത്യാവശ്യം സൈസ് ഉണ്ട്. 6 ഇഞ്ച് ഹൈറ്റ് വരുന്ന ക്യാബിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിലേക്ക് ഏകദേശം 18 ഇഞ്ച് പുറത്ത് കണ്ട് ബാക്കിലേക്ക് ഡെപ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ആംപ്ലിഫയർ തന്നെയാണ്. വെയിറ്റും അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഇതിൻ്റെ വെയിറ്റും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഉള്ള ആംപ്ലിഫയറിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ബാക്ക് സൈഡിൽ നമ്മൾ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. മെയിൻലി ഇൻപുട്ട് സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ ആയിരുന്നതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ വരുന്നത് നേരത്തെ അതെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ 2.1 റിമോട്ട് കിറ്റിൻ്റെ മെയിൻ ബോർഡ് വരുന്നുണ്ട്. അതായത് അതിൻ്റെ ഇൻപുട്ട് സെക്ഷൻസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്സിലറി ഇൻപുട്ട്, കോആക്സിൽ ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട്, HDMI, ARC ആണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്കിത് പഴയ റിമോട്ട് കിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു അക്രിലിക് ഷീറ്റ് ഇപ്പം നിലവിൽ വരുന്ന സെറ്റിൻ്റെ കൂടെ ഓൾറെഡി വരുന്നുണ്ട്. പക്ഷേ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇറങ്ങിയ മോഡലായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബനാന സോക്കറ്റ്, നോർമൽ വയർ കണക്ട് ചെയ്യുന്ന ബനാന സോക്കറ്റും സ്പീക്ക് ഓൺ സോക്കറ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഞാൻ സ്പീക്ക് ഓൺ സോക്കറ്റിൻ്റെ വയർ കണക്ട് ചെയ്തില്ല. ആ ഒരു വർക്ക് കൂടെ ചെറിയ പെൻഡിങ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇൻപുട്ട് സെക്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് ബാലൻസ്ഡ് ഇൻപുട്ടും അൺബാലൻസ്ഡ് ഇൻപുട്ടും കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഈ ഒരു ബോർഡിനെ പറ്റിയും സോക്കറ്റിനെ പറ്റിയൊക്കെ ഉള്ള. അപ്പോൾ ഇവിടെ നമുക്ക് മിക്സർ പ്രീ ആംപ്ലിഫയറുകളിൽ നിന്നുള്ള XLR ഇൻപുട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം. ചാനൽ 1ഉം ചാനൽ 2, ചാനൽ എ, ചാനൽ ബി എന്നുള്ള രീതിയിൽ 2 ഇൻപുട്ടുകൾ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇനി അൺബാലൻസ്ഡ് ഇൻപുട്ട് ആണെങ്കിൽ നമുക്കിവിടെ ആ ഒരു മൈക്കിൻ്റെ ഫോണോ സോക്കറ്റ് ഉപയോഗിച്ചിട്ട് 6.35 mm ഉള്ള ആ ഫോണോ സോക്കറ്റ് ഉപയോഗിച്ച് നമുക്കിതിലേക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാം. ഈ ടൈപ്പ് പിന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. അതല്ല നോർമൽ DVD പ്ലെയറിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ആ ഓക്സിലറി ഇൻപുട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതി ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. ഔട്ട്പുട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീക്ക് ഓൺ സോക്കറ്റും ബനാന സോക്കറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസും മൈനസും നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റെഡ് കളർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ 2 കൺട്രോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 ചാനലിൻ്റെയും ഇപ്പോൾ XLR ഇൻപുട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് അൺബാലൻസ്ഡ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ 2ൻ്റെയും ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 കൺട്രോളാണ് 2 ചാനലിൻ്റെ. അത് നമ്മളൊരു 50 അല്ലെങ്കിൽ ഒരു 80% കിട്ടുന്ന കഴിഞ്ഞാൽ നമുക്ക് വർക്കിങ്ങിനുള്ളത് കിട്ടും. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഔട്ട്പുട്ട് സെക്ഷനാണ് വരുന്നത്. സബ് ഔട്ട്, നമ്മുടെ 2.1 റിമോട്ട് കിറ്റിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് സബ് ഔട്ട്പുട്ട് നമുക്ക് ഇതിലേക്ക്
കിട്ടുന്നതാണ്. പിന്നെ ഓക്സിലറി ഔട്ട്പുട്ട് മറ്റ് ആംപ്ലിഫയറുകൾ ഈ ഒരു ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിനകത്ത് പാട്ട് പ്ലേ ആവുന്നത് മറ്റ് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ ഔട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ലൈൻ ഔട്ടിന് നമ്മൾ ഈ പറഞ്ഞ ഈ ടൈപ്പ് സോക്കറ്റുകൾ, ഫോണോ സോക്കറ്റുകൾ ഇട്ടിട്ടില്ല, ഈ ടൈപ്പ് സോക്കറ്റാണ് ഇട്ടിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് 2 കൂളിംഗ് ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻടേക്ക് എന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പുറത്തായിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കോഡും അതുപോലെ തന്നെ എന്താണ് മാനുഫാക്ചർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മെയിൻ AC ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു ഫ്യൂസ് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇൻ കേസ് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു സ്റ്റെപ്പിനായിട്ടൊരു ഫ്യൂസ് കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ AC കോഡാണ്. അത്യാവശ്യം ആംപിയർ എടുക്കുന്ന, ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ഉപയോഗിക്കുന്ന AC കോഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ട്രാൻസ്ഫോമർ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ആംപിയർ എടുക്കും. നേരത്തെ ഉണ്ടായിരുന്ന കേബിൾ ആക്ച്വലി കരിഞ്ഞു പോയി. ആംപിച്ചിരി വാട്ട്സ് എടുത്ത സമയത്ത് AC കേബിൾ കംപ്ലൈൻ്റ് ആയിപ്പോയി. അതുകൊണ്ട് അത്യാവശ്യം ഗേജുള്ള AC കേബിളാണ് എടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡ് നോക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ സൈഡ് വരുന്നത്. നമ്മൾ സബിൻ്റെ സെക്ഷനൊക്കെ ഒഴിവാക്കി ഒരു PA ആംപ്ലിഫയർ പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ടൊറോയിഡ് ട്രാൻസ്ഫോമർ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തതാണ്. 25 ആംപിയറിലാണ് ട്രാൻസ്ഫോമർ അടിച്ചിട്ടുള്ളത്. നല്ല സൈസ് ഉണ്ട്. വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ സൈസ് തോന്നത്തില്ല, പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റും സൈസും ഒക്കെ ഉള്ള 45-0-45 25 ആംപിയറിലാണ് ട്രാൻസ്ഫോമർ അടിച്ചിട്ടുള്ളത്. മറ്റ് ടാപ്പിങ്ങൾ ചെറിയ ടാപ്പിങ്ങൾ 12-0-12 1 ആംപിയർ ടാപ്പിങ്ങൾ. അപ്പോൾ മെയിനായിട്ട് ഒറ്റ ടാപ്പിംഗ് ആണ് വരുന്നത് 45-0-45 25 ആംപിയർ. പിന്നെ 12-0-12 2-3 ടാപ്പിംഗ് കണ്ടുണ്ട്. 2 ടാപ്പിങ്ങും ഒരു 12-0 ടാപ്പിങ്ങാണ് വരുന്നത്. അതെല്ലാം 1 ആംപിയർ വെച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ പ്രൊട്ടക്ഷൻ ബോർഡിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ട്രാൻസ്ഫോമറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ എക്സ്ട്രീം ഓഡിയോസിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ടൊറോയിഡ് ട്രാൻസ്ഫോമർ അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പവർ ആംപ്ലിഫയർ ബോർഡിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചത് തന്നെ മഹാരാജയുടെ തണ്ടർ എന്ന് പറയുന്ന മോഡലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 16 ട്രാൻസിസ്റ്ററാണ് നമുക്ക് ഈ ഒരു ആമ്പിൽ മൊത്തത്തിൽ നമുക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്, മെയിൻ വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് VU മീറ്റർ കൊടുക്കണം, ലൈൻ ഔട്ട് കൊടുക്കണം, പിന്നെ മെയിൻ ആംപ്ലിഫയറിലേക്കും കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട്, അതായത് ടോൺ ബോർഡിലേക്കും കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഔട്ട്പുട്ടുകളെല്ലാം ഒറ്റ ഇതിൽ ഈ ഒരു കരോക്കെ ബോർഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലായിടത്തേക്കും കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ DTEC ഓഡിയോസിൻ്റെ ഫാൻ കൺട്രോൾ ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ബോർഡിനും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു തെർമിസ്റ്റർ ഈ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ബോർഡ് ഹീറ്റ് ആവുന്ന അനുസരിച്ചായിരിക്കും ഈ ഫാനിൻ്റെ സ്പീഡ് നമ്മൾ ഇതിൽ കൂടിക്കൂടി വരിക. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 2 ബോർഡിനും സെപ്പറേറ്റ് ഹീറ്റ് കൺട്രോൾ ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഫാനിൻ്റെ സൗണ്ടൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിക്കുമ്പം ബോർഡ് ഹീറ്റ് ആവുന്നതനുസരിച്ചായിരിക്കും ഫാനിൻ്റെ സ്പീഡ് കൂടിക്കൂടി വരിക. അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ 2-3 മണിക്കൂർ വർക്ക് ചെയ്യിച്ച് നോക്കിയപ്പോഴും നല്ല രീതിയിൽ തന്നെ സ്പീഡ് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ബോർഡ് ഹീറ്റ് ആവുന്നതനുസരിച്ച്. നമ്മൾ കൊടുക്കുന്ന ലോഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബോർഡ് ഹീറ്റ് ആവുന്നത്. അങ്ങനെ ഭയങ്കരമായി ഹീറ്റിംഗ് ഉള്ള ബോർഡൊന്നും അല്ലത്. അത്യാവശ്യം നല്ല പാരലൽ മോണോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വർക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ വലിയ ഹീറ്റിംഗ് അങ്ങനെയുള്ളതൊന്നും ഈ ബോർഡിൽ നിന്ന് വരുന്നില്ല. പിന്നെ ഈ ഒരു ബോർഡിൽ നോക്കുകയാണെങ്കിൽ കൂടുതലും കണക്റ്റേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻ സപ്ലൈ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കും. സർവീസിങ് വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു ബോർഡിലേക്കാണെങ്കിലും എല്ലാം കണക്റ്റേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ബോർഡ് റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈസിയാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും എല്ലാം കണക്റ്റേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലും കണക്റ്റേഴ്സാണ്, ഇതിലും കണക്ടറാണ്. അപ്പോൾ എല്ലാം ഈസി പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിലാണ് കണക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ബോർഡിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും ഇതിൻ്റെ മെയിൻ സപ്ലൈ വയറാണെങ്കിലും ഒന്ന് സോൾഡർ ചെയ്യേണ്ടി വന്നു. കാരണം അത് ഇത്രയും ഗേജുള്ള വയർ എന്ത് ചെയ്യില്ല, ഈ ഒരു സോക്കറ്റിലൊന്നും കറക്റ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ അത് മാത്രം നമ്മൾ സോൾഡർ ചെയ്തു. ബാക്കിയെല്ലാം നമ്മൾ ഈസി പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ പവർ ആംപ്ലിഫയറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആംപ്ലിഫയർ അപ്ഗ്രേഡ് ചെയ്ത് പവർ കൂട്ടിയതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിന് കുറച്ച് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. ഓഡിയോ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. When you need my I'm
गया